കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജ്യപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്കകം അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. കാനഡയെ 59ാമത്തെ സംസ്ഥാനമായി അമേരിക്കയിൽ ചേരണമെന്ന തന്റെ ദീർഘകാല നിർദ്ദേശം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. കാനഡയിലെ നിരവധി ആളുകൾക്ക് ഗുണകരമാകുന്ന നടപടിയാണിതെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. കാനഡയ്ക്ക് വേണ്ടി വൻ വ്യാപാര കമ്മികളും സബ്സിഡികളും തുടരാൻ ഇനി അമേരിക്കയ്ക്ക് കഴിയില്ല. ഇതറിയാവുന്നതുകൊണ്ടാണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചത്. കാനഡ യുഎസുമായി ലയിച്ചാൽ താരിഫുകൾ ഉണ്ടാകില്ല, നികുതികൾ കുറയും. റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ ഭീഷണിയിൽ നിന്ന് കാനഡ സുരക്ഷിതമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുമിച്ച് നിന്നാൽ നാം എത്ര വലിയ രാഷ്ട്രമായിരിക്കും. മുമ്പ് ജസ്റ്റിൻ ട്രൂഡോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഇതേ നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ജനപ്രീതി കുറയുന്നതിനിടെ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് 53കാരനായ ട്രൂഡോ ഇന്നലെയാണ് രാജിവെച്ചത്. പാർട്ടി പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ താൻ തൽക്കാലം തുടരുമെന്ന് ട്രൂഡോ പറഞ്ഞു. ബുധനാഴ്ച ലിബറൽ പാർട്ടി നേതാക്കളുടെ യോഗം ചേരാനിരിക്കെയാണ് രാജിപ്രഖ്യാപനം. കഴിഞ്ഞ 9 വർഷമായി ട്രൂഡോ കാനഡയുടെ പ്രധാനമന്ത്രി കസേരയിൽ തുടരുകയാണ്. രാജ്യത്തെ സർക്കാരുകളെ തിരഞ്ഞെടുക്കുന്ന രീതി തങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രൂഡോ തന്റെ രാജിക്കത്തിൽ കുറിച്ചു. രാജ്യത്ത് ധ്രുവീകരണം നടത്തി ജനങ്ങളെ പരസ്പരം പോരടിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ നേട്ടത്തിനായി സജ്ജീകരിച്ചിരിക്കുന്ന നിലവിലെ സംവിധാനത്തിന് പകരം വോട്ടിംഗ് ബാലറ്റിൽ തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോയ്സുകൾ തിരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് കഴിയുന്ന സംവിധാനം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.